തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് കഴിയുന്ന വയോധികയായ മാതാവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി മകന്റെ പരാക്രമം. വർക്കല ചെറുന്നിയൂർ സ്വദേശി സിന്ധുവിന്റെ വീട്ടിലാണ് മകൻ മഹേഷ് അതിക്രമം നടത്തിയത്. മഹേഷിനെതിരെ ആദ്യ ഭാര്യ കടക്കാവൂർ പോലീസിൽ നൽകിയ പരാതിക്ക് പിന്നിൽ അമ്മയാണെന്ന സംശയമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വർക്കല പോലീസ് കേസെടുത്തു. 2 മാസം മുമ്പ് മഹേഷ് വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയതിനു ശേഷമാണ് ഉപദ്രവം തുടങ്ങിയതെന്നാണ് സിന്ധുവിന്റെ പരാതി. വീട്ടിൽ മകന്റെ 2ാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന യുവതിയെ താമസിപ്പിക്കാൻ വിസമ്മതിച്ചതാണ് വൈരാഗ്യത്തിന് കാരണമെന്നും വർക്കല പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഇന്നലെ രാവിലെ 11 മണിയോടെ സിന്ധു വീട്ടിലില്ലാത്ത സമയം മതിൽ ചാടിക്കടന്ന് വീട്ടിൽ കയറിയ മഹേഷ് AC, ഫ്രിഡ്ജ്, ഡൈനിങ് ടേബിൾ തുടങ്ങിയ ഉപകരണങ്ങൾക്ക് പുറമെ വീടിന് മുകളിൽ സൂക്ഷിച്ചിരുന്ന വാട്ടർ ടാങ്കും വൈദ്യുതി മീറ്ററും അടിച്ചു തകർത്തു. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ആധാർ കാർഡ്, ബാങ്ക് രേഖകൾ, ആശുപത്രി ചികിത്സാ രേഖകൾ, SSLC സർട്ടിഫിക്കറ്റ്, വീടിന്റെ ആധാരം, മറ്റ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയും വസ്ത്രങ്ങളും പൂർണ്ണമായി നശിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു. ഇവന് ഞാനും കൂടെ അതിനെപ്പറ്റി സംസാരമായി. ഇവൻ ഇറങ്ങിപ്പോയി. ഇന്നലെ വന്ന് ഞാൻ രാവിലെ ഇവിടെ നിന്ന് എന്റെ കുഴപ്പത്തിനിറങ്ങിപ്പോയപ്പോ 11 മണിയോടുകൂടി ആവും വന്ന് എന്റെ വീട്ടില് ടാങ്ക് അടിച്ചു പൊട്ടിച്ച് ഫ്രിഡ്ജ്, മിക്സി, ഡൈനിങ് ടേബിള്, TV, പിന്നെ AC, അലമാര ഇതെല്ലാം ഇവ അടിച്ച് തകർത്തിട്ട് ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ എനിക്ക് വന്നിട്ട് മാറാൻ പറ്റാതെ ഇവ തുണികളെല്ലാം തീയിട്ട്. ഇതാദ്യമായല്ല മകന്റെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടാകുന്നതെന്ന് സിന്ധു പറയുന്നു. മലയാള മാസം 1-ാം തീയതി ശബരിമലയിൽ പോയി മടങ്ങിയെത്തിയപ്പോഴും മകന്റെ ഭാഗത്തു നിന്നും ആക്രമണമുണ്ടായി. മഹേഷിനെതിരെ ആദ്യ ഭാര്യ കടക്കാവൂർ പോലീസിൽ നൽകിയ പരാതിക്ക് പിന്നിൽ താനാണെന്ന സംശയവും മഹേഷിനുണ്ടായിരുന്നുവെന്നാണ് സിന്ധുവിന്റെ ആരോപണം. എനിക്ക് ഒരു ഈ ഉടുത്ത തുണി മാറി ഒരു തുണി എടുക്കാൻ എനിക്കില്ല. എന്റെ മൂത്ത കുട്ടിയെ പീഡിപ്പിച്ച് അത് കേസ് വർക്കല കോടതി നിലവിലുന്നുണ്ട്. അവന് ജാമ്യം എടുത്ത് അവന് ലുക്കോട്ട് മാറ്റി കൊടുത്ത് എന്നിട്ടാണ് അവൻ സൗദിയെ പോണത്. ഇപ്പൊ അവൻ വർക്കല കോടതി കേസിന് ഹാജരായി നോക്കാം. അതേസമയം മഹേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് വർക്കല പോലീസ് അറിയിച്ചു. സ്വന്തം വീടിനുള്ളിൽ പോലും സുരക്ഷിതയല്ലെന്ന പരാതിയുമായി ഒരമ്മ എത്തുമ്പോൾ പരാതിയിൽ ഉത്തരം കണ്ടെത്തേണ്ടത് പോലീസ് അന്വേഷണമാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.